റൈസ് ഹൽവ, അരി കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ഹൽവ. ഇതുണ്ടാക്കാൻ ഞാനൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. കട്ട പിടിക്കാണ്ട് ഒന്ന് കലക്കിയെടുക്കണം. ഒരു അരിപ്പൊടി ഒന്ന് കലക്കിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 2 സ്പൂണ് കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അതും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക. ഇതിന് കട്ട പിടിക്കാണ്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കശുവണ്ടി, ബദാം, ഏലക്കായ. ഈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അരിപ്പൊടി ഒന്ന് കട്ട പിടിക്കാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ അരിപ്പൊടിയിൽ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നന്നായിരുന്നു. ഞാൻ കുറവ് ഒഴിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി അരിപ്പൊടി ഒന്ന് നന്നായി വെന്ത് വരണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം. പിന്നെ അരി ഒന്ന് വെന്ത് കിട്ടണം വേണം. ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ അതിലേക്ക് ഒരു സ്പൂണും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ലായനി അത് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കശുവണ്ടിയും ബദാമും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഹൽവ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് തണുത്ത് വരണം. ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് തണുപ്പിക്കുന്നത്. കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി, തണുത്ത് വന്നോളും. അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. അതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മധുരം നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് മധുരം കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക് യു.